السلام عليكم ورحمة الله وبركاته. وعليكم وعليكم السلام. السلام ورحمة الله. وعليكم السلام ورحمة الله وبركاته. ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എല്ലാ പ്രിയാത്മാക്കൾക്കും സഹാത്മാക്കൾക്കും സ്നേഹാത്മാക്കൾക്കും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് ജീവന്റെ ജീവനായ രഹസ്യങ്ങളുടെ രഹസ്യമായ ശ്വാസത്തിലേക്ക് നമുക്ക് വരാം. പുരികമധ്യത്തിൽ വിരലുകൾ വെച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ് ഇനി ഹാജറുള്ളവരൊക്കെ ഹാജർ പറഞ്ഞോളൂ. ഖലീഫ റസൂൽ. خليفة لبيبة. خليفة شاهدة. خليفة شرينة. خليفة سميحة. خليفة شاهدة. خليفة تسليمة. خليفة عبد الكريم. خليفة موجود. خليفة بشرى. خليفة محمد فيروز الدين. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മള് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പോവാണ്. ഇന്ന് എഴുതേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിന്, ശരീരത്തിനല്ല, നിങ്ങളുടെ സ്വഭാവത്തിൽ ഓരോ ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റീസിന് എന്ത് ചെയ്യാം? 7 ക്വാളിറ്റീസ് കണ്ടെത്തിയത് എഴുതി അതിന് നന്ദി പറയാം. നിങ്ങൾക്കിപ്പോ ഒരു ചാരിറ്റി മൈൻഡ് ഉണ്ട്, നിങ്ങൾ അതിഥികളെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സത്യസന്ധത നിങ്ങളുടെ ലൈഫിലുണ്ട്, സാമ്പത്തിക ശ്രദ്ധ നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങളിൽ വൃത്തിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ടൈം മാനേജ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക്. എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അത് കണ്ടെത്തിയിട്ട് അതിനെ നന്ദി എഴുതാം. ചിലർക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടാവാം, നിങ്ങളുടെ ക്വാളിറ്റീസ് നന്ദി പറയാം.
ആറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഒരാൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അഫർമേഷനിലേക്ക് കടക്കാം. അഫർമേഷന് വേണ്ടി റെഡി ആവുക. നെഞ്ചത്ത് കൈവക്കാം, കണ്ണുകൾ അടക്കാം, ശ്രദ്ധയോടെ കേട്ടിരിക്കാം. ബിസ്മില്ല. I gracefully continue accepting my present condition and patiently wait for the best to unfold. എൻ്റെ ഇപ്പോഴുള്ള സാഹചര്യം അതെന്തായാലും ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. കൂടുതൽ കൂടുതൽ നല്ലത് സംഭവിക്കുവാനായി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് ഒന്ന് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്തിട്ട് കാത്തിരിക്കുക. No one can hurt me without my consent. ഞാൻ ലോകരാജാവാകാൻ ഉദ്ദേശിക്കുകയാണ്. എന്റെ സമ്മതമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്കും സംഭവങ്ങൾക്കും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള പെർമിഷൻ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ പെർമിഷൻ തൽക്കാലം പിൻവലിക്കുക. ഇനി നിങ്ങളെ വിഷമിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ വേണം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇങ്ങനെ ഒരാളിങ്ങനെ ചീത്ത പറയണ്ട അല്ലെങ്കിൽ കളിയാക്കണ്ട, എന്താ ചെയ്യേണ്ടത്? വേദനിക്കണോ വേണ്ടേ? ഇല്ല, തൽക്കാലം ഇപ്പോൾ വേദനിക്കണ്ട. ഇപ്പൊ അത് അവിടെ മാറ്റി നിർത്താം. അതിപ്പോ അവിടെ നിൽക്കട്ടെ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. വീട്ടിലേക്ക് വന്നിട്ട് സാരി വേണോ, പഴയ പിന്നെ സാധനങ്ങൾ എടുക്കാണ്ടോ, അല്ലെങ്കിൽ പാത്രങ്ങൾ വേണോ, പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കട്ടെ, ഞാൻ അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുന്ന പോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരെന്ത് വിഷമിപ്പിക്കുമ്പോഴും സാഹചര്യം ഉണ്ടാകുമ്പോഴും വേദനിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ ടൈം എടുക്കുക. I gracefully accept good relationships, places, wealth, happiness, opportunities, and bliss are all things. നല്ല നല്ല ബന്ധങ്ങൾ, സ്ഥലങ്ങൾ, സമ്പത്ത്, സന്തോഷം, അവസരങ്ങൾ, ആനന്ദം എല്ലാം ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നു. എല്ലാത്തിനെയും സ്വീകരിക്കാൻ, നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ്, നിഅമത്തുകൾ, ബ്ലെസ്സിങ്സ് കടന്നു വരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിറഞ്ഞ മനസ്സോടെ അതിനെ സ്വീകരിക്കുക. അതിന് കയറിയിരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ മനസ്സിലൊരുക്കി വെക്കുക. ഐ ലിവ് ഇൻ ദ പ്രസന്റ്. ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം മാത്രമാണ്. ആകെ ഈ ഒരു നിമിഷത്തിലേ നമുക്ക് ജീവിതമുള്ളൂ, വേറൊന്നും ജീവിതമില്ല. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷമാണ്, ഈ ഒരു സമയമാണ്. ഇന്നേ ദിവസത്തിന്റെ എല്ലാ പോസിറ്റീവുകളെയും ഞാനിതാ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇന്നേ ദിവസത്തിന്റെ എല്ലാ നെഗറ്റീവ്സുകളെയും ഞാനിതാ റിജക്റ്റ് ചെയ്യുന്നു, തള്ളിക്കളയുന്നു. ഇനി ഏറ്റു പറയാം, എന്നിൽ കാരുണ്യം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ സൗന്ദര്യത്തെ ഞാൻ ആസ്വദിക്കുന്നു. എനിക്ക് നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവും ശ്രദ്ധയുമുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ല കൃത്യതയും വ്യക്തതയുമുണ്ട്.
എൻ്റെ എല്ലാ കാര്യങ്ങളും വിജയകരമായും സംതൃപ്തമായും മനോഹരമായും അവസാനിക്കുന്നു. എൻ്റെ ജീവിതം ശക്തവും സ്വസ്ഥവുമാണ്. എൻ്റെ ജീവിതം വിജയകരമാണ്, സംതൃപ്തമാണ്, മനോഹരമാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹംദ്, ഹംദ്, ഹംദ്. സെൽഫിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാം, സെൽഫിനെ ഒന്ന് അഭിനന്ദിക്കാം. യു ആർ ദ ഗ്രേറ്റ്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് സെൽഫിനെ ഒന്ന് തട്ടിക്കൊടുക്കട്ടെ. ഓക്കെ, അഫർമേഷൻസ് കഴിഞ്ഞ ഉടനെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തികൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സംതൃപ്തി തോന്നുന്നു, സന്തോഷം തോന്നുന്നു, പുതിയ പ്രതീക്ഷ തോന്നുന്നു, മുരടിപ്പും മുഷിപ്പും മാറി ഉന്മേഷവും ഉത്സാഹവും തോന്നുന്നു. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ? ലൈഫിന് ഇപ്പൊ തന്നെ ഒരു സ്കെഡ്യൂൾ, ഒരു ടൈം ടേബിൾ വരികയാണ്, ഒരു പുതുജീവൻ വരികയാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നത്തെ ടു അച്ചീവ് ലിസ്റ്റിലേക്ക് 7 കാര്യങ്ങൾ എഴുതി വെക്കാം. 7 ഇല്ലാത്തവർ 5 ആയാലും കുഴപ്പമില്ല. എഴുതി കഴിഞ്ഞെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. കഴിഞ്ഞ ദിവസം സൂപ്പർ ടൈനി സക്സസ് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഭാഗ്യവാന്മാരായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫുള്ളാക്കിയിട്ടുള്ള ആൾക്കാർ മീ എന്ന് ടൈപ്പ് ചെയ്യാം, മീ എന്ന് ടൈപ്പ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ആരൊക്കെയാണ് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്? ഗുഡ്, സൂപ്പർ സൂപ്പർ. ചെയ്തിട്ടുള്ളവരൊക്കെ അപ്രിസിയേഷൻ കൊടുക്കുക, അഭിനന്ദനങ്ങൾ കൊടുക്കുക. ഓരോ നിമിഷം നിങ്ങൾക്ക് അഭിനന്ദനം കൊടുക്കാം. വെരി ഗുഡ്. ഇന്നലെ സൂപ്പർ ടൈനി സക്സസ്ഫുൾ ആക്കിയതിന് കൺഗ്രാജുലേഷൻ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്, നല്ല മോനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞ് സെൽഫിനെ അഭിനന്ദിക്കുക. ലോകത്തെ എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കും, പക്ഷേ നമ്മൾ നമ്മളെ മാത്രം അഭിനന്ദിക്കില്ല. നമുക്ക് എല്ലായിടത്തു നിന്നും അഭിനന്ദനങ്ങൾ കിട്ടാറുണ്ട്, പക്ഷേ ഉടമസ്ഥനായ നിങ്ങളിൽ നിന്ന് മാത്രം അഭിനന്ദനങ്ങൾ കിട്ടുന്നില്ല. നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, സാഹസമായി പണിയെടുക്കുന്ന, ത്യാഗത്തോടുകൂടെ പണിയെടുക്കുന്ന നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ കാണുന്നില്ല. എപ്പോഴും അതിന്റെ കുറ്റം പറയുന്ന ഒരു പണിക്കാരത്തിയെ പോലെ. നന്നായി പണിയെടുക്കുന്ന, എന്നാൽ കുറ്റം കേൾക്കേണ്ടി വരുന്ന, പഴിചാരുന്ന ഒരു വേലക്കാരനെ പോലെ എപ്പോഴും പ്രശ്നങ്ങൾ കേൾക്കും. എനിക്ക് മടിയാണ്, എനിക്ക് കഴിയുന്നില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇങ്ങനെ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് എനിക്ക് വലിയ മറവിയാണ്,
എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, കുറേ പ്രോബ്ലംസ് ആണ് ഇപ്പോഴും പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. അതിന് പകരം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല പെർഫോമൻസ് നിങ്ങളുടെ ബ്രെയിൻ കാഴ്ചവെക്കും, നിങ്ങൾക്ക് വേണ്ടി നല്ല പണിയെടുക്കും. അപ്പൊ അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സെൽഫിനെ അവിടെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് അഭിനന്ദിക്കണം. ഇന്നലെ സൂപ്പർ ടൈനി സക്സസ്ഫുള്ള് കംപ്ലീറ്റ് ആക്കി, ഇത് സൂപ്പറാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇന്നത്തെ നോളജ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. ആർക്കെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ? വിഷമങ്ങളോ പ്രയാസങ്ങളോ, മനസ്സിന് ഒരു മൂഡ് ഇല്ലായ്മയുണ്ടെങ്കിൽ ദീർഘമായിട്ട് ബ്രീത്തിങ് ചെയ്യാം. കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ ഔട്ട് ചെയ്യാം. ഇനി നോർമൽ ശ്വാസം ശ്രദ്ധിക്കാം. ഓക്കെ, കണ്ണുറക്കാം. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ഷിൽജാസ്? ബട്ടർഫ്ലൈ എഫക്റ്റ് കേട്ടിട്ടുണ്ടോ ഷിൽജാസ്? ആരാ കേട്ടിട്ടില്ല? ഷെറീനെ കേട്ടിട്ടുണ്ടോ? ഫൗദുൽ റഹ്മാൻ കേട്ടിട്ടുണ്ടോ ബട്ടർഫ്ലൈ എഫക്റ്റ്? ആ, പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ, വാട്ട് ഈസ് ദ ബട്ടർഫ്ലൈ എഫക്റ്റ്? ഓക്കെ, ഷിൽജാസ് കേട്ടിട്ടുണ്ടോ ബട്ടർഫ്ലൈ എഫക്റ്റ്? ഡേജാവു അല്ലേ നമ്മള് ഈ സംഭവം ഇവിടെ കണ്ടിട്ടുണ്ടോന്ന് തോന്നുന്നു. സോറി, ഡേജാവു എന്ന് പറഞ്ഞിട്ട് നമ്മള് സംഭവം മുന്നേ മനസ്സിൽ കയറ്റി സംഭവിക്കുന്നതല്ലേ? അതല്ല, അത് തേജാവും. നമുക്ക് ഇത് മുമ്പ് നടന്നതാണെന്ന് തോന്നുന്നു അല്ലേ? വേറെ ആരാ കേട്ടിട്ടുള്ളത് ബട്ടർഫ്ലൈ എഫക്റ്റ്? ചെറിയ ആക്ഷനും ചേഞ്ചസും വലിയ ഇതുണ്ടാക്കുന്നതാണ്. അതാണ് പെട്ടെന്ന് തിയറിയാണത്. എന്തിനെങ്കിലും ആകർഷിച്ചാണ്ട് വരുന്ന സ്വാധീനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സ്വാധീനങ്ങൾ പറയണ്ടോ? അജ്മല പറയൂ, എന്താണ് ബട്ടർ? സോറി, എന്താണ് പറയൂ. ഇവിടെ ഒരു പൂമ്പാറ്റ് ചിറകടിച്ചാൽ കുറെ ദൂരെ തുറന്നോയിൽ ഒരു കൊടുങ്കാറ്റ് വീശിക്കാം. യെസ്, അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു പൂമ്പാറ്റ ചിറകടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വേറെ ഒരുപാട് ഇവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ റോട്ടിലേക്ക് ഒരു പഴം ഇട്ടു, പഴത്തൊലി, അപ്പൊ അത് ഏതോ ഒരു കുട്ടിയുടെ പരീക്ഷ മുടക്കാം. ആ പഴത്തൊലി അതിലൂടെ പോകുന്ന ബൈക്കുകാരൻ അതിൽ സ്ലിപ്പായിട്ട് വീഴുന്നു. അങ്ങനെ അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു. അയാൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാണ്, നല്ല സീരിയസ് ആയി പരിക്ക് പറ്റുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് കുട്ടീനെ സ്കൂളിലാക്കി കൊടുക്കുന്ന ഡോക്ടർക്ക് പെട്ടെന്ന് കോൾ എന്ത് ചെയ്യാണ്, അത് കുറച്ച് അങ്ങനെ പോയി ഇപ്പോഴുള്ള പലരുടെയും ജീവിതത്തിൽ എന്താക്കും, ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ അയാളുടെ മകൻക്ക് എക്സാമിനെ കുറച്ച് ലേറ്റ് ആവുന്ന, എക്സാം എഴുതാൻ കഴിയാതെ വരുന്നു. ഇത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, സോറി. മുമ്പും ബ്രേക്ക് ഉണ്ടാവും. മുമ്പും ബ്രേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.
ഏതാണ് ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ, ഏതാണെന്ന് ക്ലാരിറ്റി നോക്കട്ടെ. അപ്പോൾ വൈഫൈയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ. ക്ലിയർ ഉണ്ട്, ക്ലിയർ ഉണ്ട്. ആ ഓക്കെ. അപ്പോ ഒരു സാധനം, ഒരു ചെറിയൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ 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 പോയി അതിന്റെ എഫക്റ്റ് അങ്ങോട്ട് നീണ്ടു പോകുന്ന സംഭവമാണ്. അത് വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഒരു സംഭവമാണ് ഡൊമിനോസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് പോയി 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 അത് നമ്മളിലേക്ക് തന്നെ അത് എത്തുമെന്നുള്ളതാണ്. ഒമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറയ്യറ ഒമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഷെറയ്യറ. ഒരാൾ ഓഫീസിലേക്ക് ചെല്ലുന്നു, അയാൾ വർക്കൊക്കെ ചെയ്ത് വളരെ ഹാപ്പിയോടുകൂടെ ബോസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ബോസ് ഫോൺ വിളിക്കുകയാണ്. അപ്പൊ ബോസ് എന്ന് വിളിച്ചപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. വളരെ നല്ല ബന്ധമുള്ള ആളാണ്, പക്ഷെ ചീത്ത പറയും. ഇയാൾക്ക് വല്ലാതെ വിഷമമായി. ഇയാൾ വീട്ടിലെത്തിയപ്പോ പതിവിൽ വിപരീതമായിട്ട് ബെല്ലടിച്ച് 2 ബെല്ലടിച്ചപ്പോഴേക്കും വൈഫ് എന്താണ് അവിടെ എന്തോ കാര്യമായ വർക്കിലാണുള്ളത്, മീൻ മുറിക്കുക എന്തോ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ല. അപ്പോ വാതിൽ തുറന്ന ഉടനെ തന്നെ വൈഫിനെ ഇയാൾ ഷൗട്ട് ചെയ്യുന്നു, തുറന്നൂടെ, എത്ര സമയം ഞാൻ വരുന്നു, ഗേറ്റ് തുറക്കുന്നില്ലല്ലോ. വൈഫിന് വിഷമമായി. വൈഫ് അന്ന് പ്രത്യേകമായ ഒരു വിഭവമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ ചീത്ത പറഞ്ഞത് കേട്ടപ്പോൾ വിഷമമായി. അപ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി നല്ല ഒരു ചിത്രം വരച്ചിട്ട്, അടിപൊളി ചിത്രം വരച്ചിട്ട് ഉമ്മാനെ കാണിച്ചു കൊടുക്കണം. ഉമ്മ അവിടെ നോക്കി, ഈ പോയി എനിക്ക് പഠിക്കാനോ തോന്നില്ല, നാളത്തെ ഹോംവർക്ക് ചെയ്തല്ലോ, മറ്റത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഉമ്മ കുട്ടിനെ ചൂടാവും. കുട്ടി ഇതേപോലെ പ്രതീക്ഷയിൽ സന്തോഷത്തിൽ ഇരുന്ന് കുട്ടിയുടെ മനസ്സും വാടിപ്പോകും. അപ്പോഴാണ് ഈ കുട്ടിയുടെ പുസ്തകം എടുക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നോട്ട് പുസ്തകന്മാര് എടുത്തിങ്ങനെ പിടിച്ചു വെക്കാൻ ചെറിയ അനിയൻ. അപ്പൊ അനിയനെ പോയിട്ട് തലക്കൊന്നാണ് കൊടുക്കുന്നു. അപ്പൊ അനിയൻ കരയുകയാണ്. അനിയൻ കരഞ്ഞ് അപ്പുറം അവിടെയുള്ള മൊബൈലുണ്ട്, ആ മൊബൈൽ അച്ഛന്റെ വാപ്പാന്റെ മൊബൈൽ എടുത്തിട്ട് കുട്ടി എന്ത് ചെയ്യാണ്, ദേഷ്യം പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് എറിയുകയാണ്. അപ്പൊ വാപ്പ കാണുന്നു, വാപ്പാക്ക് പിന്നെയും ദേഷ്യം പിടിക്കുന്നു, വാപ്പാക്ക് സങ്കടമാവുന്നു. ഇതിങ്ങനെ പോവാണ്, ഈ സാധനം ചെയിൻ എങ്ങനെ പോകും. നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് മറ്റൊരാളെ എഫക്റ്റ് ചെയ്യും. അവിടെ ആ വ്യക്തി ബോസ് ചൂടായിട്ടില്ലെങ്കിൽ ഇയാളുടെ വെള്ളം എന്താവില്ല, ഇയാളുടെ മൊബൈൽ വെള്ളത്തിൽ വീഴില്ല. ഓഫീസിലെ ബോസ് ഇയാളുടെ ചൂടായിട്ടില്ലെങ്കിൽ, ഇനി ഓഫീസിലെ ബോസ് ചൂടായാലും ഇയാൾക്ക് ബ്രേക്ക് ദ ചെയിൻ. ഇതിനെ നേരെ വൈഫിലേക്ക് കൊടുക്കാതിരുന്നെങ്കിൽ ഇയാളുടെ മൊബൈൽ വെള്ളത്തിൽ വീഴില്ല. ഇനി ഇതിന്റെ ഒരു വേറൊരു സംഗതി, വേറൊരു വശം നോക്കാം. ദുനിയാവിലെ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തികൾ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിന്റെ മറ്റൊരു വശം നോക്കാം. ഈ ഓഫീസിലെ ബോസ് ഇയാളുടെ ചൂടായത് ഇയാളുടെ വൈഫ് വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ചൂടാവാണ്. ഞാനൊന്ന് നേരം വൈകി, നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്പുറത്ത് ഞാൻ നിങ്ങളോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ കേട്ടില്ല, ഞാനിന്ന് കുറെ നേരം വൈകി, എനിക്ക് വർക്കോളം ചെയ്യാൻ കഴിഞ്ഞാൽ വൈഫ് ഇയാളെ ചീത്ത പറയുന്നത്. ഹസ്ബൻഡ് വൈഫ് ഈ വ്യക്തിനെ ചീത്ത പറയാൻ കാരണം, വൈഫ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്ത് ചെയ്തു, ഓട്ടോറിക്ഷ മുന്നിലേക്ക് പെട്ടെന്ന് ചാടി. ഓട്ടോ ഡ്രൈവർ നല്ല പൂരത്തരി പറഞ്ഞു വൈഫിന്. അതുകൊണ്ടാണ് വൈഫിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് മാറ്റി. ഇനി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലൈഫിലേക്ക് പോകും. ഓട്ടോറിക്ഷ ഡ്രൈവർ ചൂടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പൊ സ്കൂളിൽ നിന്ന്, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല ഇയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി സാലറി വർക്കും ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിൽ കുട്ടികളെ എത്തിക്കണം, കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചൂടായി. ഈ ഓട്ടോ ഡ്രൈവർ നേരം വൈകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഒരുപാട് ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഓണടിച്ച് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഓട്ടോ ഡ്രൈവർ ആ കുട്ടി ഓട്ടോയിലേക്ക് വന്നത്. ഈ കുട്ടി ലേറ്റ് ആവാൻ കാരണം തലേ ദിവസം വൈകി ഉറങ്ങിയതും ആണ്. തലേ ദിവസം വൈകി ഉറങ്ങാൻ കാരണം
ഈ കുട്ടിയുടെ വാപ്പ, വലിയ ഇഷ്ടമുള്ള കുട്ടിയുടെ വാപ്പ പിന്നെ നേരത്തെ വരുമെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വാപ്പനെ കാത്തിരുന്നതാണ്. വാപ്പ ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ വാപ്പ സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടിക്ക് രാത്രി പോയതാണ്. എവിടേക്കോ സിനിമക്കോ എന്തോ പാർട്ടിക്ക് പോയി ലേറ്റ് ആയതാണ്. ഈ വാപ്പൻ ആരാന്നറിയോ? നമ്മളുടെ കഥാനായകനാണ്. അഥവാ ഓഫീസിൽ നിന്ന് ചീത്ത കേട്ട വ്യക്തിയാണ്. അയാള് തലേന്ന് രാത്രി പരിപാടിക്ക് വൈകിയത് കൊണ്ട് അയാളുടെ മകൾ അന്ന് സ്കൂളിൽ പോകാൻ ലേറ്റായി. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ചീത്ത കേട്ടു. അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ ബോസിന്റെ വൈഫിന് ചീത്ത പറഞ്ഞു. ആ ബോസിന്റെ ഹസ്ബൻഡിനെ ചീത്ത പറഞ്ഞു. ഇയാളെ തന്നെ ചീത്ത. ഇതിങ്ങനെ കണക്ട് ആയിട്ട് ചെയിനായിട്ട് പോയി വെറുതെ ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ്. എത്രത്തോളം അത് ഡിസൈൻഡ് ആയിട്ടുണ്ടോന്ന് അറിയില്ല. എന്നാലും ഇത് ഞാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫ് വെച്ചൊക്കെ കണക്ട് ചെയ്ത് ചിന്തിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര കണക്ഷൻസ് ഉണ്ടാവും. നമ്മളുടെ ഓരോ പ്രവൃത്തി, നമ്മളുടെ ഓരോ ഇമോഷണൽ വേരിയേഷൻസ് വരെ നമ്മളെ തന്നെ ബാധിക്കും. നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അത് റിവേഴ്സ് അടിക്കും. അങ്ങനെ പ്രപഞ്ചം വളരെ മനോഹരമായിട്ട് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. നിങ്ങൾ ഏകോദര സഹോദരന്മാരാണ്. ഒരു ബിൽഡിങ്ങിലെ കല്ലുകൾ പോലെയാണ്, ഇഷ്ടികകൾ പോലെയാണ്, ഒന്നൊന്നുമായി കണക്റ്റഡ് ആണ്. നിങ്ങളൊരു ശരീരം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ശരീരത്തിലെ ഒരു ഉളവിന്, ഒരു അവയവത്തിന് വേദന ബാധിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഒരു മനുഷ്യനെ ഒരാൾക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ടോട്ടലി ബാധിക്കും എന്നുള്ളതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഡൊമിനോസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ചെറിയ പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു 10 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരാളോട് ചിരിച്ചു, ആ ചിരി കറങ്ങി 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 നിങ്ങളിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പാഠം. അപ്പൊ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും സൂക്ഷ്മതയിലായിരിക്കും. നമ്മുടെ ഓരോ നടത്തവും ഓരോ പ്രവൃത്തിയും ഓരോ ആക്ഷൻസും അതിന്റെ എഫക്റ്റിനെ കുറിച്ചുള്ള ബോധത്തിലും ആയിരിക്കും എന്ന സന്ദേശമാണ് ഇന്നത്തെ നോളജ് സെഷനിൽ ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു. അപ്പോൾ ആ ഒരു ബോധത്തിലായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ദിവസം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫൈനലി മെഡിറ്റേഷനിലേക്ക് പോകാം. വളരെ സീരിയസ് ആയിട്ട്, സിൻസിയർ ആയിട്ട്, വളരെയധികം ആഴത്തിൽ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ അനുഭവിക്കാം. ബിസ്മില്ലാ. കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസം വലിച്ചിട്ടിരിക്കാം. ദീർഘമായി ഒരിക്കൽ കൂടെ ശ്വാസം വലിക്കാം. ശ്വാസം ഔട്ട് ചെയ്യുമ്പോൾ ഔട്ട് ചെയ്യുന്ന ശ്വാസത്തിലെ ചൂട് അറിയുക. നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് ഒരു പ്രകാശരശ്മികൾ ഇങ്ങനെ വന്ന് പതിയുന്നത് അതിലൊരു ഇമേജ് നിങ്ങൾ കാണുക, വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ശക്തമാക്കുക. തലയിലേക്ക് അതാ പ്രകാശം ഇങ്ങനെ വന്ന് പതിയുന്നു, അത് ഫീൽ ചെയ്യുക. ഇമേജ് കണ്ടു, അതിന്റെ വിഷ്വലൈസേഷൻ കണ്ടു, പിന്നെ അത് ഫീലിങ്സിലേക്ക് എത്തുന്നു. തലയിലേക്ക് വരുന്ന ഒരു പ്രകാശം അങ്ങ് ദൂരെ ആകാശലോകത്ത് നിന്ന് ഒരു പൈപ്പ് ലൈന് പോലെ, ദൂരെ നിന്നും തെങ്ങിലേക്കൊക്കെ ടോർച്ച് അടിക്കുന്ന പോലെ ദൂരെ നിന്നൊരു പ്രകാശം ഇങ്ങനെ വരികയാണ്. ആകാശലോകത്ത് നിന്നൊരു പ്രകാശം നിങ്ങളുടെ തലയിലേക്ക് വന്ന് പതിച്ച് ആ പ്രകാശം ഇങ്ങനെ തലയിലൂടെ ഇറങ്ങി, തലയുടെ മധ്യഭാഗത്തിലൂടെ ഇറങ്ങി, വിരടിയിലൂടെ പ്രകാശം ഇങ്ങനെ ഇറങ്ങി, നട്ടലിലൂടെ ഇറങ്ങി, നട്ടലിലൂടെ ഇങ്ങനെ ഇറങ്ങി 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 നിങ്ങളുടെ വാലറ്റം, നട്ടലിന്റെ അറ്റത്തിലൂടെ ഇറങ്ങി അതിങ്ങനെ ഭൂമിയുടെ താഴേക്ക് പോവുകയാണ്. നിങ്ങളുടെ സെൻട്രൽ ഭാഗത്തുകൂടെ ഒരു പ്രകാശരേഖ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്.
നിങ്ങൾ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ അതിലൂടെ ശ്വാസോച്ഛ്വാസം നടത്തുക. ശ്വാസം ഇങ്ങനെ നട്ടലിലൂടെ ആ പ്രകാശത്തെ അനുഭവിച്ചുകൊണ്ട് ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യാം. നട്ടലിലൂടെ ശ്വാസം മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുക. ശ്വാസം വലിക്കുമ്പോൾ തല മുതൽ ഫുൾ ബോഡി, ഓൾ ബോഡി ആ പ്രകാശം ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങി തലയും കഴുത്തും നെഞ്ചും വയറും കൈകളും നാഭിയും തുടയും കാലും കാലിന്റെ പെരുവിരൽ വരെ ആ പ്രകാശം ഒലിച്ചൊലിച്ചൊലിച്ചിറങ്ങി ഓരോ ശ്വാസത്തിലും ശരീരം മുഴുവനും അത് വ്യാപിക്കട്ടെ. നിങ്ങൾ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവട്ടെ. ശ്വാസത്തിലൂടെ നിങ്ങൾ ഓരോ സെല്ലിലേക്കും ശരീരം ഭാഗം മുഴുവനായും ആ ശ്വാസം അങ്ങനെ എത്തട്ടെ. തലക്ക് മുകളിൽ ഒരു ചാൺ മുകളിൽ ശക്തമായ ഒരു തിളങ്ങുന്ന ഡയമണ്ടിന്റെ പ്രകാശം നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. നിങ്ങളുടെ ജീവിതമാകമാനം പ്രകാശിപ്പിക്കുവാൻ അതിശക്തമായ പ്രകാശധവളിമ തലക്ക് ഒരു ചാൺ മുകളിലായി ഒരു കുഞ്ഞു ഡയമണ്ടിനെ നിങ്ങൾ ഇങ്ങനെ കാണുക. തിളങ്ങുന്ന ഡയമണ്ട്. ആ തലക്ക് മുകളിൽ നിന്നും ആ ഡയമണ്ട് തെന്നി നീങ്ങി മുന്നിലോട്ട് വന്ന് മുന്നിലേക്ക് നീങ്ങി നിങ്ങളുടെ തൊട്ടു മുമ്പിൽ അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ ഒരു കൈദൂരം അകലെ, കൈ നീട്ടിക്കഴിഞ്ഞാൽ തട്ടുന്ന രൂപത്തിൽ നിങ്ങളുടെ കണ്ണിന് നേരെ ആ പ്രകാശം അങ്ങനെ നിൽക്കുന്നു. സന്തോഷത്തോടെ ആ പ്രകാശത്തിലേക്ക്, ഡയമണ്ടിലേക്ക് നോക്കി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. തണുപ്പും സന്തോഷവും ഊർജവും നൽകുന്ന ശ്വാസമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുക. വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ കൺമുമ്പിലുള്ള ജ്വലിക്കുന്ന ഡയമണ്ടിനെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് ശ്വസിക്കുമ്പോൾ ആ ശ്വാസം നെഞ്ചിലേക്ക് എത്തുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. ആ ഡയമണ്ടിലേക്ക് നോക്കി ശ്വാസം നെഞ്ചിലേക്ക് വലിച്ചെടുക്കാം. നെഞ്ചിലൊരു തണുപ്പ് നിറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എന്തെന്നില്ലാത്ത ഒരു സുബ്ഹാനിയായ പ്രകാശമായിട്ട് നിങ്ങൾക്കത് തോന്നുന്നു. വളരെ പരിശുദ്ധമായ, വളരെയധികം പരിപാവനമായ, സുന്ദരമായ ഒരു പ്രകാശം. അതിലേക്ക് നോക്കി നോക്കി ആസ്വദിച്ചിരിക്കാം. നോക്കി നോക്കി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറക്കുന്നതായി ഫീൽ ചെയ്യും. ആ പ്രകാശത്തിന്റെ അനുഭവത്തിൽ ലയിച്ചു പോകുന്നു. അവനിലേക്ക് ലയിച്ചലിഞ്ഞു ചേരുകയാണ്. ആ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരുകയാണ്, ജോയിൻ ആവുകയാണ്. നിങ്ങളുടെ ശരീരത്തെ മറന്നുകൊണ്ട് നിങ്ങൾക്കുള്ളിലുള്ള റൂഹിന്റെ കണക്ഷൻ ഈ പ്രകാശവുമായി ചേർന്ന് പ്രകാശീയമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുകയാണ്. ശ്വാസം വലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ളിൽ ആകമാനം ആ പ്രകാശം അറിയുന്നു.
നിങ്ങൾ അലിഞ്ഞില്ലാതാവുന്ന പോലെ തോന്നുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സുമെല്ലാം അലിഞ്ഞ് ഈ പ്രകാശത്തിൽ ലയിക്കുന്ന പോലെ തോന്നുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വെയ്റ്റ്ലെസ് അനുഭവം, ശുദ്ധമായ അനുഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ശ്വസിക്കുന്നതിനനുസരിച്ച് ആ പ്രകാശത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം മുഴുവനായും ഇങ്ങനെ തളർന്ന് കൈകൾ തളർന്ന് പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. തല തണുത്ത് റിലാക്സ് ആവുന്നു. നെഞ്ച് തണുത്ത് റിലാക്സ് ആവട്ടെ. വയറും കാലുകളും റിലാക്സ് ആവട്ടെ. ആ പ്രകാശത്തിന്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹ്. ശരീരത്തിലെ വൈബ്രേഷൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇനി ഇസ്തിഗ്ഫാർ ചൊല്ലാം. ബ്രീത്ത് ഇൻ, ഫുള്ള് ശുദ്ധമാവട്ടെ. ഔട്ട്, അസ്തഗ്ഫിറുല്ലാഹ് അലീം. ബി റിലാക്സ്. നിങ്ങളിൽ കയറാൻ സാധ്യതയുള്ള എല്ലാ നെഗറ്റീവുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ബ്രീത്ത് ഇൻ, ഔട്ട് ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വത്തവ്വാബുർ റഹീം. ഗ്രാറ്റിറ്റ്യൂഡിനെ, കോൺഫിഡൻസിനെ, സന്തോഷത്തെ, എല്ലാത്തിനെയും നമുക്ക് സ്വീകരിക്കാം. ബ്രീത്ത് ഇൻ, അൽഹംദുലില്ലാഹ്. ബ്രീത്ത് ഇൻ, അൽഹംദുലില്ലാഹ്. അൽഫ മറ. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ദീർഘമായി ഒന്ന് ശ്വസിക്കാം. തലയിലെ രോമങ്ങൾ വരെ, തലയിലെ മുടികളും ശരീരത്തിലെ രോമങ്ങൾ വരെ പ്രകാശിക്കട്ടെ. ബ്രീത്ത് ഇൻ, ഔട്ട്. Again breathe in, out. ചുണ്ടും മൂക്കും കണ്ണും തൊലികൾ മുഴുവനും പ്രകാശിക്കട്ടെ. ബ്രീത്ത് ഇൻ, ഔട്ട്. സ്വന്തത്തോട് ഐ ലവ് യു എന്ന് പറയാം. യു ബ്ലെസ്ഡ്, ഐ ലവ് യു, ഐ ലവ് മൈസെൽഫ്. കൈകൾ നന്നായി റബ്ബ് ചെയ്ത് കണ്ണിലും മുഖത്തും വെക്കാം. അതിനുശേഷം ബോഡി ഫുള്ള് ഒന്ന് തടവ്, 2 പ്രാവശ്യം ഫുൾ ബോഡി തടവ്. സ്വന്തത്തോട് നന്ദി പറയാം. ചുറ്റുഭാഗത്തുള്ള എല്ലാവരോടും നന്ദി പറയാം. പരിസരത്തുള്ള എല്ലാ മലക്കുകളോടും, എല്ലാ ശുദ്ധാത്മാക്കളോടും, അർവാഹുകളോടും നന്ദി പറയാം. നമ്മുടെ കൂടെ ഓൺലൈനിലുള്ള എല്ലാ സ്നേഹാത്മാക്കൾക്കും നന്ദി പറയാം. താങ്ക് യു ടു ഓൾ ഫ്രം താങ്ക് യു. താങ്ക് യു. Thank you. Thank you. Thank you. Thank you to all. Thank you. Thank you very much. Thank you to all.
Okay.